എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഫോട്ടോഗ്രാഫി. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിന് ഞാൻ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള പേര് സെലക്ട് ചെയ്തത്, PK ഫോട്ടോഗ്രാഫി എന്ന്. അതെൻ്റെ ഇൻസ്റ്റഗ്രാം പേജിനും ഇൻസ്റ്റഗ്രാം ഐഡിയും അത് തന്നെയാണ്. പിന്നെ ഫോട്ടോഗ്രാഫി ഞാൻ മിക്കപ്പോഴും ചെയ്യാറുള്ളത് എൻ്റെ ഈ iPhone 13 Pro Maxലാണ്. ശരിക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? iPhone 13 സീരീസ് ക്യാമറയിൽ ഏറ്റവും ബെറ്ററാണ്. ഞങ്ങളത് നോട്ടീസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഇത് കഴിഞ്ഞ് iPhone 14, iPhone 15, 16, 17 വരെ എടുത്തവരുണ്ട്. പക്ഷേ ഈ ഒരു 13 Pro Maxലെ ക്വാളിറ്റി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഐഫോണിൻ്റെ സീരീസിൽ ക്യാമറ കിങ് ഈ 13 Pro Max ആണ്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും എന്താണ് അഭിപ്രായം? ശരിക്കും ഈ 13 Pro Max ഉപയോഗിച്ചവർ ഇവിടെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ മറ്റ് മോഡൽസ് ഉള്ളവരും കമൻറ്റ് ചെയ്യും. ഞാൻ ഈ എൻ്റെ 13 Pro Maxൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ കാണിക്കാം. ഓക്കെ, ആ ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾ പറയും. ശരിക്കും ഒരു DSLR ക്യാമറ മാറി നിൽക്കുന്ന രീതിയിലാണ് ഈ 13 Pro Maxൽ എടുത്ത പിക്ചേഴ്സൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫോൺ ഒരുപാട് ഇഷ്ടമാണ്. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി അത് വല്ലാത്തൊരു സംഭവം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി iPhone ഒരു 10 സീരീസ് വരെ ക്യാമറ പരമ ബോറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ iPhone 11 വന്നതോടുകൂടിയാണ് ഐഫോണിൻ്റെ ക്യാമറയ്ക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു മൊബൈൽസിനും അവകാശപ്പെടാനില്ലാത്ത രീതിയിലേക്കുള്ള ആ ഒരു മാറ്റം ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫിയിലൊക്കെ ഐഫോൺ എന്ത് മാജിക്കാണ് ചെയ്തതെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ അറിയില്ല എന്നാണ് പല പ്രശസ്തരായ ടെക് റിവ്യൂവേഴ്സും പറയുന്നത്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഐഫോണിൻ്റെ സിനിമാറ്റിക് വീഡിയോഗ്രാഫി, സിനിമാറ്റിക് മോഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു മൊബൈൽ കമ്പനീസിനും അവകാശപ്പെടാനാകാത്ത ആ ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് പറയാതെ തന്നെ അറിയാൻ പറ്റും അത് ഐഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണെന്ന്. ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ എന്തായാലും എനിക്ക് ഈ 13 Pro Maxൽ എടുത്ത ഫോട്ടോസ് നിങ്ങൾ ഇപ്പോൾ ഈ സൈഡിൽ കണ്ടിരുന്നല്ലോ, അത് എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ, ഞാൻ ഒരുപാട് നാളായി ചാനൽ തുടങ്ങിയിട്ട്. അതാണ് അതിനേക്കാളും വലിയ രസം അതാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ ഈ ചാനലിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം മുന്നേ അല്ലെങ്കിൽ 7 വർഷം മുന്നെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്നെനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അറിയില്ല, കൃത്യമായിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. പക്ഷേ ഗതി പിടിക്കാണ്ട് കിടക്കുക. ഇതുവരെ ഗതി പിടിച്ചിട്ടില്ല. അതായത് കണ്ടൻസിൻ്റെ വിഷയമാണ് പ്രശ്നം. എന്ത് നമ്മൾ ഇടും, എന്ത് നമ്മൾ പോസ്റ്റും, ഇതൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുടെ പ്രശ്നം. പിന്നെ കുറേ വീഡിയോസ് കണ്ടു, അപ്ലോഡിങ്ങിൽ കുറേ ശ്രദ്ധിക്കണം, അങ്ങനെ. പക്ഷെ അതൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല, കണ്ടൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അതുതന്നെയാണ് യൂട്യൂബ് ചാനലിൻ്റെ സക്സസ് ആവാനുള്ള ഏറ്റവും ആദ്യം വേണ്ടത്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് കാറിലാണ് കേട്ടോ. ഞാനിവിടെ അസീസിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ താമസിക്കുന്ന വീടിനടുത്താണ്. ഇവിടെ ഈ പള്ളിയുടെ ഈ ഒരു ഭാഗത്താണ് പാർക്കിംഗ് കിട്ടിയത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുമല്ല, ഇതുപോലെ വീഡിയോ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലം കാറിനുള്ളിൽ തന്നെയാണ്. കാരണം ഒരു ശല്യമില്ല, പുറത്തുനിന്നുള്ള നോയ്സ് കയറില്ല. അപ്പം അങ്ങനെയൊക്കെ. എന്തായാലും ഞാൻ കുറേ വീഡിയോസ് ചെയ്യണമെന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, പലപ്പോഴും സമയം കിട്ടാറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ഞെക്കിയിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ 1000 സബ്സ്ക്രൈബർ ആക്കണം. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെയൊക്കെ സഹായമാണ്. ചിലപ്പോൾ നമ്മൾ അറിയില്ലാത്തവരായിരിക്കാം ഈ വീഡിയോ ഒക്കെ കാണുന്നത്. അറിയാവുന്നവരുടെ കാര്യം അറിയാലോ. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ അറിയാവുന്നവർ ആദ്യം തന്നെ ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള ചിന്തയിൽ ഇതിങ്ങനെ തട്ടി മാറ്റി അങ്ങ് വിടും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ നിങ്ങൾ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും കേട്ടോ. ഞാൻ എന്താ പറഞ്ഞതെന്നെങ്കിലും അറിയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു വെള്ളിയാഴ്ചയായിരുന്നു. എനിവേ, അപ്പോൾ ശുഭരാത്രി. ബൈ ബൈ.